ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ അടുത്തിടയിൽ ഒരു വിഷയം ഉണ്ടായിരുന്നു. അപ്പം ഒരു ധനുഷ് ഫാൻ എന്ന നിലയിൽ ഞാനൊരു വീഡിയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അഭിപ്രായങ്ങളോ ഒന്നും പറഞ്ഞില്ല. അത് ശരിയായ കാര്യമല്ല. നമ്മുടെ അണ്ണനെ പറ്റി ഒരു പ്രശ്നം ഉണ്ടാകുമ്പം നമ്മൾ ഫാൻസാണ് ഇടപെടേണ്ടത്. പിന്നെ നമ്മുടെ അണ്ണ ഇതൊന്നും കാര്യമാക്കാറില്ല. പുള്ളി അതിനൊരു റിപ്ലൈ പോലും പുള്ളി കൊടുത്തിട്ടില്ല. പുള്ളിയുടേതായ കാര്യത്തിൽ ഫീൽഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ചീള് കേസിനൊന്നും നയൻതാരയ്ക്കൊന്നും നമ്മൾ റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പുള്ളി അങ്ങനെ പോവാണ്. അപ്പം പറഞ്ഞു വന്ന കാര്യം ഈ നയൻതാര ധനുഷ് വിഷയമാണ്. അപ്പോൾ ഇത് പലർക്കും എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ കുറച്ച് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പിന്നെ നയൻതാരയുടെ വശത്ത് നിൽക്കുന്ന കുറേ പാവാടകളുണ്ട്, അല്ലെങ്കിൽ പാൽക്കുപ്പികളുണ്ട്. പിന്നെ കാര്യം അറിഞ്ഞ് ധനുഷ് അണ്ണൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുണ്ട്. അപ്പോൾ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംഭവം ഇവിടാണ് തുടക്കം. ഈ നയൻതാരയെ വെച്ച്, അതായത് വിജയ് സേതുപതിയും നയൻതാരയും വെച്ച് വിഘ്നേഷ് ശിവൻ ഒരു സിനിമ എടുത്തിരുന്നു, ഞാനും റൗഡിതാൻ. ആ സിനിമ എടുക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ, ഈ വിഘ്നേഷ് ശിവൻ എന്ന് പറയുന്നവൻ VIP സിനിമയുടെ പോസ്റ്റർ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അറിയാമല്ലോ, പോസ്റ്റർ വർക്കും കാര്യങ്ങളൊക്കെ ചെറിയൊരു ഇൻഡസ്ട്രിയിൽ ഒന്നും അറിയാതെ, ആരും അറിയാതെ, ഒന്നും അറിയാതെ, ഒന്നിലും എത്താതെ നിന്നിരുന്ന ഒരു ആളായിരുന്നു വിഘ്നേഷ് ശിവൻ. അപ്പോൾ ധനുഷ് ഈ സിനിമ കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് കഴിവുണ്ടെന്ന് മനസ്സിലാക്കി. ധനുഷ് ഒത്തിരിയും പേരെ കയറ്റി വിട്ടിട്ടുണ്ട്. അങ്ങനെ കയറ്റി വിട്ടതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ വിഘ്നേഷ് ശിവനെയും കൂടെ രക്ഷപ്പെടുത്താമെന്നുള്ളൊരു മനസ്സിൻ്റെ ഒരു ചെറിയൊരു അനുകമ്പയാണ് ധനുഷ് അന്ന് കാണിച്ചത്. അദ്ദേഹത്തിനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്തെങ്കിലും ചെയ്തു തരണോ, അതായത് ഞാൻ നിനക്ക് എന്തെങ്കിലും, എൻ്റെ സഹായം നിനക്ക് എന്തെങ്കിലും അധികമായിട്ട് വേണോ എന്ന് VIP സിനിമ കഴിഞ്ഞപ്പോൾ ചോദിച്ചു. VIP സിനിമയിൽ ഇവൻ അഭിനയിച്ചിട്ടുണ്ട്, അതായത് ഒരു ചെറിയൊരു സീനിൽ വന്നിട്ടുണ്ട്. അതായത് ഈ എഞ്ചിനീയർമാരെ എല്ലാം അണ്ണ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം വരുന്നത് ഇവനാണ്, വിഘ്നേഷ് ശിവൻ. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ പോസ്റ്റർ വർക്ക് ഇവനാണ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞപ്പോൾ ധനുഷിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എനിക്കൊരു പടം ചെയ്യണമെന്ന് വിഘ്നേഷ് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ, നീ ചെയ്തോ, ഞാൻ പൈസ മുടക്കാം, നീ അത് ചെയ്തോ. ഒരാൾ രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിയിൽ അണ്ണ ഒരു മനസ്സ് കാണിച്ചതാണ്. അങ്ങനെയാണ് ഈ സിനിമ തുടങ്ങുന്നത്. ഏകദേശം 6 കോടി ബഡ്ജറ്റിലങ്ങാണ്ട് എസ്റ്റിമേറ്റ് ചെയ്തിരുന്ന ചിത്രമാണ് ഈ ഞാനും റൗഡിതാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമയിൽ നയൻതാര തന്നെ നായികയായിട്ട് വരണമെന്ന് ഈ വിഘ്നേഷ് ശിവൻ ധനുഷിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ധനുഷാണ് നയൻതാരയെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തത്. കാരണം പ്രൊഡ്യൂസറാണല്ലോ കാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ വിജയ് സേതുപതി അന്ന് വലിയ സ്റ്റാറൊന്നുമല്ല, വിജയ് സേതുപതി വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അത് വിജയ് സേതുപതിക്ക് മുമ്പ് വേറൊരാൾ ചെയ്യേണ്ടിയിരുന്നായിരുന്നു. ആരാന്ന് പറഞ്ഞാൽ മിർച്ചി ശിവ എന്ന് പറയുന്നൊരു നടനുണ്ട്, ആങ്കറൊക്കെയാണ്, തമിഴിലെ അത്യാവശ്യം സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ആ പുള്ളി ചെയ്യാതിരുന്നതാണ്. അപ്പോൾ പക്ഷെ അത് വിജയ് സേതുപതിയിലോട്ട് ചെന്നു. അപ്പോൾ ആ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് ഈ വിഘ്നേഷ് ശിവനും നയൻതാരയും ഇഷ്ടത്തിലാവുന്നത്. അങ്ങനെ ഇഷ്ടത്തിലായതിനു ശേഷം സെറ്റിൽ താമസിച്ച് വരിക, സെറ്റ് ടൈം ഷെഡ്യൂളുകളെല്ലാം തെറ്റുക, അങ്ങനെ ധനുഷിന് ഒരുപാട് പൈസ ആ സിനിമയിൽ നഷ്ടമായിട്ട്. ആ സിനിമ അധികം വിജയം ഉണ്ടായിട്ടില്ല. ധനുഷിന് കുറേ കോടിക്കണക്കിന് രൂപ നഷ്ടം വന്നതാണ് ആ സിനിമയിൽ, ഇവരുടെ പ്രണയവും ഇങ്ങനെ അലമ്പും കാരണം. അങ്ങനെ ഈ നയൻതാരയും വിഘ്നേഷ് ശിവനും അതിൽ വെച്ച് പ്രണയമായി. അപ്പോൾ ഒരു കാര്യം എല്ലാവർക്കും അറിയാലോ, നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഓണർഷിപ്പും അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അവകാശവും ആ നിർമ്മിക്കുന്ന പൈസ മുടക്കുന്ന ആൾക്കാരിക്കും. അപ്പോൾ ധനുഷ് ഈ ഞാനും റൗഡിതാൻ എന്ന് പറയുന്ന സിനിമ നിർമ്മിക്കുമ്പോൾ ആ സിനിമയ്ക്കുള്ളിലുള്ള സെറ്റിനകത്ത വരെ ചിത്രങ്ങളോ വീഡിയോകളോ പോലും പുറത്തു വിടാൻ പാടില്ല. അത് പൈറസി പ്രകാരം, ഇന്ത്യയുടെ പൈറസി ലോ പ്രകാരം അത് പ്രൊഡ്യൂസർക്കാണ് അതിൻ്റെ അവകാശം. അങ്ങനെ സെറ്റിനകത്ത് വെച്ച് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ ഒന്നും പാടില്ല, ഒന്നും പുറത്തു പോകാൻ പാടില്ല. അപ്പോൾ ആ സെറ്റിനകത്ത് വെച്ച് എടുത്ത കുറേ വീഡിയോസ്, ഷൂട്ടിംഗ് സെറ്റിലെ വീഡിയോ, ഫോട്ടോ എല്ലാം ഇരിപ്പുണ്ടായിരുന്നു ഈ നയൻതാരയുടെ കയ്യിൽ. അപ്പം സംഭവം എന്തെന്ന് പറഞ്ഞാൽ, ഈ നയൻതാര ഈ ഫൂട്ടേജുകളെല്ലാം ഞാനും റൗഡിതാൻ സിനിമയ്ക്കകത്ത്, ആ സിനിമ വെച്ചാണല്ലോ ഇവർ ലൈനാവുന്നത്, അപ്പം അതെല്ലാം ഓൾറെഡി ഉണ്ടേ. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് വിഘ്നേഷ് ശിവനും നയൻതാരയും തമ്മിലുള്ള ഒരു കല്യാണം നടന്നായിരുന്നു. കല്യാണം നടന്ന സമയത്ത് അപ്പോൾ ഈ നയൻതാരയുടെ കല്യാണം നെറ്റ്ഫ്ലിക്സിന് ഓൾറെഡി പുള്ളി വിറ്റിട്ടുണ്ട് ഈ നയൻതാര. അതായത് എൻ്റെ കല്യാണം, വിഘ്നേഷ് ശിവനും ഞാനും തമ്മിലുള്ള എൻ്റെ ഈ കല്യാണം 25 കോടി രൂപയ്ക്കാണ് ഈ നയൻതാര നെറ്റ്ഫ്ലിക്സിന് വിറ്റേക്കുന്നത്. ആ വിറ്റ വസ്തുവിനകത്ത്, അതായത് ആ വിറ്റ കണ്ടൻറ്റിനകത്തുള്ള ഒരു ചെറിയ ഫൂട്ടേജ് ധനുഷ് പൈസ മുടക്കി ഉണ്ടാക്കിയ സിനിമയിലെ ഉള്ളിലുള്ളതാണ്. അത് ധനുഷിനോട് ചോദിക്കാതെയാണ് നയൻതാരയുടെ കല്യാണ വീഡിയോക്കകത്ത് ഇട്ടേക്കുന്നത്. അത് ന്യായമാണോ? ഈ നയൻതാരയുടെ കല്യാണത്തിൻ്റെ വീഡിയോക്കകത്ത്, അതായത് കല്യാണം നടന്ന ആ ഒരു ലൊക്കേഷനിലെ ആ സെറ്റിനകത്തെ
ഉള്ളിൽ ആർക്കും ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും അവകാശമില്ല. കാരണം അത് മൊത്തം നെറ്റ്ഫ്ലിക്സിന് വാങ്ങിച്ചു. കാരണം ഇവള് വിറ്റു, കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റു. അപ്പം പക്ഷെ ധനുഷിൻ്റെ കാശ് മുടക്കിയ സംഭവം ഇവള് ചോദിക്കാതെയും പറയാതെയും അല്ലെങ്കിൽ ധനുഷിൻ്റെ അനുവാദം ഇല്ലാതെ അവളുടെ കല്യാണ വീഡിയോയ്ക്കകത്ത് മുടക്കാം. അത് ന്യായമായ കാര്യമല്ലല്ലോ നയൻതാര കാണിച്ചത്. അവൾക്ക് കാശുണ്ടാക്കാം, എന്നാൽ ധനുഷിനെന്തോ ധനുഷിൻ്റെ കണ്ടൻറ്റിന് വിലയില്ലേ? ഇവർ ഷൂട്ടിംഗ് സെറ്റിൽ കറങ്ങി നടന്നുകൊണ്ടാണ് ധനുഷിന് അത്രയും പൈസ നഷ്ടമായത്. അപ്പോൾ അത് ചിന്തിക്കണം, അവൾക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ധനുഷ് 10 കോടി രൂപ നഷ്ടപരിഹാരം ചോദിച്ചത്. അത് ന്യായമായ കാര്യമാണ് അണ്ണൻ ചോദിച്ചത്, അതിന് യാതൊരുവിധ തെറ്റുമില്ല. അപ്പോൾ ഇതിനെ താങ്ങിക്കൊണ്ട് കുറേ പാവാട ഫെമിനിസ്റ്റുകൾ, പാർവതി തിരുപ്പോത്ത്, പാർവതി തിരുപ്പോത്ത്, പിന്നെ കുറേ ഇവിടുത്തെ ഫെമിനിസ്റ്റുകളുണ്ടല്ലോ, അങ്ങനത്തെ കുറേ വാണങ്ങൾ ഈ കാര്യം എന്തെന്നറിയാതെ വന്ന് ഇതൊരു അല്ലെങ്കിൽ ഈ ഫെമിനിസ്റ്റുകളുടെ വിഷയം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായത് മൊത്തം സ്ത്രീകളുടെ വിഷയമാകും. ഈ സ്ത്രീകളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അത് കംപ്ലീറ്റ് വേൾഡ് സ്ത്രീകളുടെ പ്രശ്നമാക്കി മാറ്റാനാണ് ഇവർ ശ്രമിക്കുന്നത്. എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ അത് മൊത്തം പിന്നെ അങ്ങ് സ്ത്രീകളുടെ കമ്മ്യൂണിറ്റി മൊത്തം ആ ഒരു വിഷയം അങ്ങ് ഏറ്റെടുക്കുക. അയ്യോ എന്തോ ഒരു നാണം കെട്ട അല്ലേ? അങ്ങനെ കുറേ വാണങ്ങളുണ്ട് നമ്മുടെ ഇത് സിനിമാ രംഗത്തായാലും എവിടെ ആയാലും. അതൊന്നും കാര്യമാക്കണ്ട. അണ്ണൻ ഇതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല, അണ്ണന് ഇതൊന്നൊരു വിഷയമല്ല. അപ്പോൾ കാര്യം ഇതാണ്, പലർക്കും ഇത് നയൻതാര സപ്പോർട്ട് ചെയ്യുന്ന വാണങ്ങളുണ്ട്. അപ്പോൾ ആ വാണങ്ങളെല്ലാം പാവാട അലക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഒരു മയിലും നടക്കാൻ പോകത്തില്ല. നയൻതാര എന്നല്ല, ഇനി ഏത് 10 താര ആയാലും 9 താര ആയാലും 10 ആയാലും 15 താര ആയാലും ശരി, അണ്ണൻ്റെ രോമത്തെ തൊടാൻ സമ്മതിക്കില്ല നമ്മൾ. അത് തൊടാൻ കഴിയത്തുമില്ല. പണ്ട് അടുത്ത ഹോളിവുഡ് പടത്തിലോട്ട് പോവുക പുള്ളി ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഹോളിവുഡ്, പിന്നെ ടോളിവുഡ്, ഹിന്ദിയിൽ തേരെ ഇഷ്ക് മെയിൻ, പിന്നെ സ്ട്രീറ്റ് ഫൈറ്റർ ഹോളിവുഡ്, അങ്ങനെ അടുത്ത ടോളിവുഡ്, അടുത്ത തെലുങ്ക് പടമാണ് കുബേര, അടുത്ത ഈ ഹിന്ദി പടമാണ് ആനന്ദ് എൽ റായിയുടെ പടം, അടുത്ത ഹോളിവുഡ് പടം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും നമ്മളെ ഒരു വിഷയം ഉണ്ടാക്കുന്ന കാര്യമേ അല്ല. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം ഈ നയൻതാരമായിട്ടുള്ള വിഷയം. അപ്പോൾ കാര്യങ്ങളിങ്ങനെ പോകുന്നു. അപ്പോൾ അവൾക്ക് മാത്രം കാശുണ്ടാക്കാം, അവിടെ അവൾക്ക് ചുറ്റുമുള്ള ബിസിനസ് കുറയുമെന്ന് വിചാരിച്ചുകൊണ്ടല്ലേ അവൾ വാടക ഗർഭപാത്രത്തിൽ കൊച്ചിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം നഷ്ടപ്പെടുമെന്ന് പേടിച്ച് അങ്ങനെ സൗന്ദര്യം നഷ്ടപ്പെട്ടാൽ ഇൻഡസ്ട്രിയിൽ ബിസിനസ് കുറയുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ലേ അവൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ അവൾക്ക് മാത്രം ബിസിനസ്സിൽ കാശുണ്ടാക്കാം. ധനുഷിൻ്റെ കണ്ടന്റ് എടുത്ത് ഇവൾക്ക് മോഷ്ടിച്ച് അനുവാദമില്ലാതെ എടുക്കുന്നതിനെ മോഷണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അത് മോഷണമാണ്, തെഫ്റ്റാണ്. അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ ഇതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഇതാണ് കാര്യങ്ങൾ. ഇനി നയൻതാര എന്നല്ല, നയൻതാരയുടെ അപ്പോൾ ഓക്കെ.